ഇവളെന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? എന്താ മോളെ നേരത്ത്? സാധാരണ ഈ സമയത്ത് ഇങ്ങോട്ട് വരാറില്ലല്ലോ. അത് ആന്റി, ഞാൻ ഉച്ചയ്ക്ക് വന്നതായിരുന്നു. അപ്പൊ ആന്റി ഇവിടെ ഉണ്ടായില്ല. എനിക്കൊരു കാര്യം പറയാനായിരുന്നു. ആണോ? എന്തായിരുന്നു? അത് ആന്റി, ഇവിടെ അടുത്തൊരു അമ്പലമല്ലേ, എനിക്ക് നാളെ അവിടെ വരെ ഒന്ന് പോകണമായിരുന്നു. അപ്പൊ ആന്റി എന്റെ കൂടെ ഒന്ന് വരാമോ? എനിക്കാണെങ്കിൽ ഇവിടുത്തെ വഴിയൊന്നും വലിയ പരിചയമില്ല. ഒറ്റയ്ക്ക് പോകാനൊരു പേടി, അതുകൊണ്ടാ. അയ്യോ മോളെ, എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോവാണ്ടല്ലോ. നമുക്ക് നാളെ തന്നെ പോയാൽ മതിയോ? കുഴപ്പമുണ്ടോ? അത് നാളെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഓർമ്മ ദിവസം, അതുകൊണ്ടാ. ഷോ എടാ ജയ്, നാളെ നിഹാരമോളെ ഒന്ന് അമ്പലത്തിൽ കൊണ്ടാക്കാൻ പറ്റുമോ? നാളെയോ? നാളെ ഞാൻ ഒട്ടും ഫ്രീ അല്ല. നാളെ എനിക്ക് ഒരുപാട് പണിയുണ്ട്. ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണം. അങ്ങനെ ആ ചെറുക്കനോട് പറ, അവൻ കൊണ്ടാക്കും. അത് ശരിയാ, അവനോട് ചോദിക്കാം. ഇപ്പൊ കൊണ്ടാക്കും അവൻ. അവൻ ഈ അമ്പലം പള്ളി എന്നൊക്കെ പറയണ ചെറുത്തം കുരിശുണ്ടോല്ല, അങ്ങനെയുള്ളവനെ ഓളെ കൊണ്ടാക്കാൻ പോണ. ഇമ്പോസിബിൾ. അതൊരിക്കലും നടക്കില്ല. അയാൾക്ക് എന്നെ കണ്ണിന് 20 മണിക്ക് കാണാൻ വയ്യ. അങ്ങനെ ഒരുത്തന്നെ എന്നെ കൊണ്ടാക്കാൻ പോകുന്നത്. ഇമ്പോസിബിൾ. എടാ ജാമ, നാളെ ഈ കൊച്ചിൻ്റെ ഒപ്പം ഒന്ന് അമ്പലത്തിൽ പോടാ പ്ലീസ്. വൈ നോട്ട്? കൊണ്ടാക്കാന്നാ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതിലെന്തോ ഉണ്ട്. സംതിങ് ഈസ് ഫിഷീസ്. ഇതങ്ങനെ വിട്ടാൻ പറ്റില്ല. എന്നാ ഞാനും വരാം. അല്ല, നാളെ നിനക്ക് ഒരുപാട് പണിയൊക്കെ ഉള്ളതല്ലേ. എനിക്ക് അത് വരെയാ പോണ്ടത്. എന്നാ നീ ഇവിടെ കൂടി പോക്കോ. അത് പറ്റില്ല. നിങ്ങളുടെ കൂടെ വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ഇറങ്ങാനാ. തിരിച്ചൊരുമ ഞാൻ ഉണ്ടാവില്ല. അപ്പം എല്ലാം പറയോടെ നാളെ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. എനിക്കുറപ്പാ, ഇത് എന്നോടുള്ള പ്രതികാരം നിർത്താൻ വേണ്ടിയാ.